ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ആർട്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ്റെ ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 seconds. അപ്പോൾ നമ്മുടെ പഴയ കണ്ടീഷനിലുണ്ടായിരുന്ന ആ ഒരു വണ്ടി നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനായി നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. അതായത് ഇതിലൊരു പ്രൈമർ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പെയിൻറ്റ് കോട്ട് മാത്രം ചെയ്താണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഈ ലോഗോ കാര്യങ്ങളെല്ലാം തന്നെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തത് ഈ ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ ടയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ഈ റിമ്മ് നല്ലതായി തുരുമ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ റിമ്മ് നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയൊരു റിമ്മും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയുടെ ടയറിൻ്റെ കാര്യം എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇനി വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നോസൊക്കെ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പ്, ഇതൊരു ലോക്കൽ ടൈപ്പ് ഹാൻഡിൽ ഗ്രിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തത് എൻ്റെ കൊച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ചെയ്ത വർക്ക്സാണ് ഇതെല്ലാം. അതുതന്നെ വണ്ടിയിൽ നമ്മൾ മിററും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചെയ്ത വർക്കാണ്. ശേഷം ഇതിൻ്റെ മോഡിഫിക്കേഷൻ വർക്കും പ്യുവർ റിസ്റ്റോറേഷൻ വർക്കും എല്ലാം നമ്മുടെ ചാനലിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ചെയ്ത ഈ വർക്കൊന്നും ഇടാൻ സാധിക്കാത്തതിന് കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് പെയിൻറ്റിങ് പോലും ഒരു പ്യുവർ പെയിൻറ്റിങ് അല്ല, ജസ്റ്റ് ഒരു പെയിൻറ്റ് കോട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ നല്ല റസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിനുള്ളിലൊന്നും പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോർമാറ്റ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ആ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഫോർമാറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലായിട്ട് നമ്മളൊരു ക്രോം ഫിനിഷിലൊരു ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി വണ്ടിയുടെ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫുഡ് റെസ്റ്റ് ഇതിലുണ്ടായിരുന്ന തന്നെയാണ്. അത് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിലിട്ട് ഒരു ക്രോം ഫിനിഷിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഡോർ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പാണ്. ഇനി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ വരാത്ത ടൈപ്പ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു പില്ലിയൻ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് സീറ്റിൽ നമ്മൾ അപ്പോൾസ്റ്ററി വർക്കൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ വണ്ടിയുടെ സീറ്റ് കാലപ്പഴക്കം കാരണം തുരുമ്പിച്ച് സീറ്റിനടിയിൽ സ്ക്രൂ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു വയർ ടൈ യൂസ് ചെയ്ത് ഞാൻ സീറ്റ് തൽക്കാലത്തേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനും നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അതുതന്നെ വണ്ടിയുടെ സ്റ്റെപ്നി വീലെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെയിൽ ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്ന ടെയിൽ ലൈറ്റ് ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ടെയിൽ ലൈറ്റ് മാറ്റണം. അപ്പോൾ ടെയിൽ ലൈറ്റ് മോഡിഫിക്കേഷൻ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പ്രിയയുടെ ടെയിൽ ലൈറ്റാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുതന്നെ വണ്ടിയുടെ റിയർ സൈഡ് ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് റിയർ സൈഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഇവിടെ കാണാൻ സാധിക്കും. വണ്ടിയുടെ എഞ്ചിൻ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇതിൽ പെയിൻറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇതെല്ലാം ഇനി മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിൽ നിർത്താനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു റബ്ബർ കിറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു എൽഫിൽറ്റിൻ്റെ ട്യൂബ് തന്നെ കാണാൻ സാധിക്കും. ചെറിയ വിള്ളലൊക്കെ വീണ് ഡാമേജ് ആയിട്ടുണ്ട്. അതെല്ലാം നമുക്കിനി റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ റീസ്റ്റോറേഷൻ വീഡിയോ ഇനി നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന വർക്കെല്ലാം നമ്മൾ വണ്ടിയുടെ ടെസ്റ്റ് പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്ത വർക്കുകളാണ്. അതുപോലെ തന്നെ നാളെയാണ് വണ്ടിയുടെ ടെസ്റ്റ്. അപ്പോൾ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.